ഇതാണ് ശ്രീനഗറിലെ ധലം നദി. ഈ ധലം നദിക്ക് ക്രോസ് ചെയ്തിട്ട് ഒരുപാട് പാലങ്ങളുണ്ട്. ആ പാലങ്ങളൊക്കെ വ്യത്യസ്ത പേരുകളാണ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന പാലത്തിൻ്റെ പേരാണ് ഫൂട്ട് ബ്രിഡ്ജ് എന്ന് അതിന് പറയുക. ഇതാണ് ആ പാലം. ഇത് നേരെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ടൗൺ ഉണ്ട്, ലാൽ ചൗക്ക്, അവിടേക്കാണ് എത്തിപ്പെടുക. ഇനി അടുത്ത ബ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം. ഈ ഫുട് ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് ഒരു ശ്രീ പ്രതാപ് സിംഗ് മ്യൂസിയം ഉണ്ട്. 10 റുപ്യാണ് 10 റുപ്യേനെ ചുള്ളിച്ചാറ്. പക്ഷേ 10 റുപ്യേൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഉള്ളിലില്ല. ഒരു ഫോട്ടോ വരെ എടുക്കാൻ സമ്മതിക്കൂല അവർ. ഇതാണത്. ഇതാണ് ഫൂട്ട് ബ്രിഡ്ജിക്ക് കയറുന്ന ഭാഗം. ഇതിൽ വാഹനങ്ങളില്ല, വെറും നടത്തം മാത്രമേ ഉള്ളത്. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ബാക്കി കാഴ്ചകളാണ്. ഇവിടെ വലിയൊരു തൂണുണ്ട്, ഇതുണ്ടല്ലേ, ഇതിൻ്റെ സെൻറ്ററിലൊരു തൂണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി 2 സൈഡിൽ കൂടി അങ്ങനെ നടക്കാം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് കുറേ ഹൗസ് ബോട്ടുകളുണ്ടല്ലേ. ഇത് ഫിക്സഡ് ഹൗസ് ബോട്ടുകളാണ് ഈ ജലനദിയിലുള്ള. ഇതൊക്കെ ഗവൺമെൻറ് ലൈസൻസ്ഡ് ആണ്. അവർക്ക് ഇലക്ട്രിസിറ്റിയും വെള്ളവും പിന്നെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഇവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫൂട്ട് ബ്രിഡ്ജിൻ്റെ നേരെ കുറച്ച് അപ്പുറത്ത് ഇവിടെ നോക്കിയാൽ കാണുന്നില്ല, അവിടെ ഉണ്ട് അയൺ ബ്രിഡ്ജ് എന്ന് പറയും. അത് കംപ്ലീറ്റ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ട്, ഇരുമ്പിൻ്റെ ഷീറ്റാണ്, ഇത് കോൺക്രീറ്റ് ആണ്, അതിലുണ്ടാക്കിയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞ ബ്രിഡ്ജുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ പേരാണ് സീറോ ബ്രിഡ്ജ്. അതിൻ്റെയൊക്കെ എപ്പിസോഡ് മുമ്പ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് സീറോ മാറ്റിയിട്ട് സെൽഫി ബ്രിഡ്ജ് എന്നാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ സെൽഫി എടുക്കുന്ന ആ ഒരു സ്റ്റൈലായിട്ട് കോളേജ് കുമാരികളും പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ കഫ്തീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇപ്പോൾ പിന്നെ സെൽഫി ബ്രിഡ്ജ്, സീറോ ബ്രിഡ്ജ്. അങ്ങനെ ഓരോ ബ്രിഡ്ജുകളാണ് ഉള്ളത്. ഈ സീറോ ബ്രിഡ്ജിന് പേര് വരാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഈ ജലം നദിക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് അതിന് സീറോ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്.